ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിന്നൊരു ആത്തിച്ചക്ക കിട്ടി. ആത്തിച്ചക്ക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ട്രിവാൻഡ്രംകാർ ഞങ്ങൾ ആത്തിച്ചക്ക എന്ന് പറയും, നിങ്ങൾ ചിലപ്പോൾ മുള്ളാത്ത എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ മുള്ളാത്ത കൊണ്ട് ഒരു തോരൻ അത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്ക് കൂടി എങ്ങനെ അത് തയ്യാറാക്കാമെന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഊണിന് വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് എന്നുള്ള രീതിയിൽ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് മുള്ളാത്ത തോരന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പറഞ്ഞതുപോലെ ഈ മുള്ളാത്ത, അതായത് ആത്തച്ചക്ക, ഈ മുള്ളാത്തയുടെ കൂടെ നമ്മൾ ചേർക്കുന്നത് ചക്കക്കുരുവാണ്. ചക്കക്കുരു ഒരു 10-12 ചക്കക്കുരു, ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചെരുകിയത്, പിന്നെ വറ്റൽമുളക്, ഉള്ളി ഒരു 3-4 എണ്ണം, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ല, നോർമൽ മുളക് പൊടി, വെളിച്ചെണ്ണ വേണം, ജീരകം, വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആത്തച്ചക്ക അതിന്റെ മുള്ളും തൊലിയും കളഞ്ഞ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഏകദേശം അതേ അളവിൽ തന്നെ ചക്കക്കുരുവും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കടുകിടാം, വേപ്പില ഇടാം, വറ്റൽമുളകും കൂടെ ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മുള്ളാത്ത കൂടെ ചക്കക്കുരുവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അടച്ചു വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മാത്രം മുളക് പൊടി, ഏകദേശം 1/4 മുതൽ 1/2 ടീസ്പൂൺ. ഇനി നമുക്കിതിനെ ഒന്ന് ചതച്ചെടുക്കാം. മുള്ളാത്ത ഏകദേശം വെന്തിട്ടുണ്ടാവും, നോക്കാം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയാണ് നമ്മൾ ഇത് അടച്ചു വെച്ചത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ചു വെച്ച ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അരയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതുപോലെ തേങ്ങയുടെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി അത് ക്രമീകരിക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്നും കൂടി അടച്ചു വയ്ക്കാം, അതായത് തേങ്ങയുടെ ആ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അത് ഏകദേശം എല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണമെങ്കിൽ, കാരണം കറിയൊക്കെ കുറച്ച് നേരം ഈ ചട്ടിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കാണിക്കാം.